അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ പ്രോഗ്രാം നടക്കുന്നതിൽ യൂയിങ് ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങുമായി കൂട്ടിമുട്ടുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്നെ വീട്ടിലിരുന്നാൽ പോരെ, എന്തിനാണ് വന്നതെന്ന് യൂയിങ് ചോദിക്കുന്നു. ഞാനും ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് പോകുമ്പോൾ യൂയിൻ്റെ ഫ്രണ്ട്സ് അവളെ തടഞ്ഞു നിർത്തി. പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്തിനാണ് യൂണിഫോം ഇട്ട് വന്നിരിക്കുന്നത്? നിന്റെ ഭർത്താവിന് ഒരു ഡ്രസ്സ് പോലും വാങ്ങിത്തരയില്ലേ? ഒരു ബണ്ണ് പോലും വാങ്ങാൻ കാശ് തരാത്ത നിന്റെ ഭർത്താവ് എന്തായാലും ഒരു പാവപ്പെട്ടവനായിരിക്കും. മിണ്ടാതെ ഇവിടുന്ന് രക്ഷപ്പെട്ട് വല്ല ഗ്രാമത്തിൽ പോകാനായി പറയുമ്പോൾ ഈ പ്രോഗ്രാമിൽ യൂൻ തന്നെ ഫസ്റ്റ് വാങ്ങുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ എന്തിനാണ് പോകുന്നത്? ലീഗലായിട്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. അതിനുവേണ്ടി പഠിപ്പൊന്നും തള്ളിക്കളയില്ല. എന്തായാലും ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമെന്ന് തങ്ങ് പറയുന്നത് കേട്ട് യൂയിൻ അവളെ തള്ളിവിടുന്നു. തക്ക സമയത്ത് ഹീറോ ഓടി വന്ന് അവളെ രക്ഷപ്പെടുത്തുന്നു. അവളെ ആ ഒരു വേഷത്തിൽ കണ്ട ഹീറോ, നീ സ്റ്റുഡൻ്റ് ആണോ, എന്നിട്ടാണോ ഇമാതിരിയുള്ള ജോലിക്കെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. എല്ലാം ക്യാഷിന് വേണ്ടിയാണെന്ന് തങ്ങ് പറയുമ്പോൾ ഹീറോ ഡബിൾ മീനിങ് ആയിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. അവൾ പ്രോഗ്രാമിന് വേണ്ടി ഡ്രസ്സ് വാങ്ങാനായി അന്ന് തരാതിരുന്ന ക്യാഷ് ചോദിക്കുമ്പോൾ യൂയിൻ ഇതെല്ലാം കണ്ട് ഇവൾക്ക് മാസ്റ്ററെ അറിയുമോ എന്ന് കരുതി അവളെ നാണം കെടുത്താൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ഇവളുടെ ഭർത്താവിന് ആരും കണ്ടിട്ടില്ല, അതും കൂടാതെ ഒരു ബണ്ണ് പോലും വാങ്ങാനുള്ള ക്യാഷ് ഇല്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇവളുടെ ഭർത്താവ് പുതിയ ഡ്രസ്സെല്ലാം വാങ്ങിക്കൊടുക്കും? ഇതെല്ലാം കേട്ട ഹീറോ, നിന്റെ ഭർത്താവ് എന്താ നിന്നെ കെയർഫുൾ ആയിട്ട് നോക്കുന്നില്ലെന്ന് ഹീറോ ചോദിക്കുമ്പോൾ തങ്ങ് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നു. നീ ഇമാതിരി ജോലിക്ക് പോകുന്നത് നിന്റെ ഭർത്താവിന് അറിയുമോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഇവൾ ഡെലിവറി ജോലിയായിരിക്കുമെന്ന് കരുതി അറിയാലോ, ഈ ജോലിക്ക് അവൻ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേട്ട ഹീറോയ്ക്ക് അവൻ എന്തൊരു കിണപ്പനാണ് എന്ന് കരുതി അവളുടെ ഭർത്താവിനോ ഓർത്ത് ദേഷ്യം വരികയാണ്. അതായത് അവനോട് തന്നെ. ശേഷം തങ്ങിനെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി നിന്റെ ഭർത്താവിനെ വിളിച്ച് വരാനായി പറ. ആ ഒരു കിണാപ്പനെ എനിക്ക് കാണണം. എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ്റെ അവസാനമായിരിക്കും. ഇവളും എന്നാൽ ഒരു പണി ഒപ്പിക്കാമെന്ന് കരുതി ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അവനും യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളതെന്ന് അറിഞ്ഞു യൂണിവേഴ്സിറ്റിയിലെ ഒരു കഫേയിൽ അവിടെ വരാനായി പറഞ്ഞു. ഹീറോ അവളോട് ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് അടുത്ത തവണ നിന്റെ ഭർത്താവിനെ കാണാമെന്ന് പറഞ്ഞു പോവുകയാണ്. അവളും അവളുടെ ഭർത്താവിനെ കാണാനായിട്ട് പോകുന്നു. അവൻ്റെ ഭാര്യയെ തങ്ങിനെ നോക്കി വെയിറ്റ് ചെയ്യുമ്പോൾ അന്നേരം തങ്ങ് അവിടേക്ക് വരുമ്പോൾ ഹീറോ അവളെ കണ്ട് എന്തിനാണ് നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് ചോദിക്കുന്നു. അവനും അതേ ചോദ്യം തിരിച്ച് അവളോടും ചോദിക്കുന്നു. തൻ്റെ ഭർത്താവിനെ മീറ്റ് ചെയ്യാനാണെന്നതെന്ന് അവൾ പറയുമ്പോൾ എൻ്റെ ഭാര്യയെ മീറ്റ് ചെയ്യാനാണ് ഞാനും വന്നത്. എന്നാൽ ഓക്കെ, ഞാനും നിന്റെ ഭർത്താവിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കഫേക്കുള്ളിൽ കയറുന്നു. ഹീറോ തങ്ങിന് മെസ്സേജ് അയച്ച് ടേബിൾ നമ്പർ 6 ഉണ്ടാകുമെന്ന് പറഞ്ഞതും അവളും ഹീറോ അയച്ച ടേബിൾ നമ്പർ 6 ഇരിക്കാനായി വരുന്നു. ഇത് കണ്ട ഹീറോ, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നീ വേറെ എവിടെയെങ്കിലും പോയി ഇരി എന്ന് ഹീറോ പറയുമ്പോൾ അവൾ അവിടുന്ന് എഴുന്നേക്കില്ല. അതെല്ലാം കണ്ട കസിന് ഒരു ഡൗട്ട് വന്നു. ഇനി നീ ആയിരിക്കുമോ ഇനി ഇവളുടെ ഭർത്താവ് എന്ന് കേട്ടതും ഇവർക്കും ഒരു ഡൗട്ട് വരുന്നു. ഹീറോയ്ക്ക് ഇപ്പോൾ അവളോട് ഇഷ്ടമുള്ളതിനായി നീയാണോ എൻ്റെ ഭാര്യ എന്ന് ചോദിച്ചതും അതിനുള്ളിൽ അവളുടെ ഗ്രാമത്തിലെ ഒരു പയ്യൻ വന്ന് എന്താണ് എന്നോട് പറയാതിരുന്നത് ഗർഭിണിയായുള്ള കാര്യം? നിന്നെ എല്ലാവരും ബുള്ളി ചെയ്യുന്നു കേട്ടു. ഇതെല്ലാം കണ്ട് ഹീറോ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ ഭർത്താവെന്ന് പറഞ്ഞതും തങ്ങാകെ ഷോക്കാവുകയാണ്. എന്നാൽ ഹീറോ ഒരു നിമിഷത്തിൽ ഇവളായിരിക്കും എൻ്റെ ഭാര്യ എന്ന് മനസ്സിൽ സന്തോഷിച്ചിരുന്നു. അപ്പോഴേക്കും അവനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് ഹീറോ തങ്ങിന്റെ കൈപ്പിടിച്ച് മറ്റൊരിടത്തേക്ക് പോകുന്നു. നീ അവനെ ഡിവോഴ്സ് ചെയ്യ്. ഈ ഒരു അവസ്ഥയിൽ നിനക്ക് ക്യാഷ് പോലും തരുന്നില്ല. ഒരു ഡ്രസ്സോ ബണ്ണോ ഒന്നും വാങ്ങി തരാത്ത ഇവൻ എന്തിനാണ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്? അവനെ ഡിവോഴ്സ് ചെയ്യാൻ പറയുമ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങളാരെ തലയിടാൻ എന്ന് തങ്ങ് പറയുന്നതും ദേഷ്യം വന്ന ഹീറോ തങ്ങിന് ഒരു കിസ് കൊടുക്കുകയാണ്. അന്നേരം അവളുടെ വയറ്റിൽ കുഞ്ഞ് ഹീറോയെ ചവിട്ടുന്നു. അത് മനസ്സിലാക്കിയ ഹീറോ അവളുടെ വയറ്റിൽ തൊട്ടതും ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം ഹീറോയിന് വരുന്നു. ഉടനെ അവൾ ഹീറോയുടെ കൈമാറ്റി അവിടുന്ന് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പാർട്ട് 5 വേണമെങ്കിൽ കമന്റ്